ഹായ് ഗൈസ്, നല്ല മഴയുള്ളൊരു ദിവസം അതിരപ്പള്ളി കാണാൻ പോയാലോ? ആ ഒരു കാഴ്ചയിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. കാറിൽ ആവശ്യത്തിന് പെട്രോളൊക്കെ അടിച്ചുകൊണ്ട് യാത്ര തുടരുകയാണ്. എൻ്റെ ഗ്രാമം നോർത്ത് പറവൂരിനടുത്തുള്ള പുത്തൻവേലിക്കര എന്ന് പറഞ്ഞ മനോഹരമായ ഒരു ഗ്രാമമാണ്. പാടവും വയലും പുഴകളും കുന്നുകളും പള്ളികളും അമ്പലങ്ങളും കൊണ്ട് എല്ലാം കൊണ്ടും വളരെ മനോഹരമായ ഒരു ഗ്രാമമാണ് പുത്തൻവേലിക്കര. അവിടെ ഞങ്ങൾ യാത്ര തുടരുന്നു. മേയ്ക്കാട് വഴി അത്താണിലെത്തിയ ഞങ്ങൾ ലെഫ്റ്റ് തിരിഞ്ഞ് നേരെ ഹൈവേ പിടിച്ച് അങ്കമാലിയിലേക്ക് പോകുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. മഴയെന്ന് പറഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങാൻ മടിക്കുന്ന പോലത്തെ മഴ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ലേറ്റായി തന്നെയാണ് യാത്രയ്ക്ക് ഇറങ്ങിയത്. കാരണം നല്ല മടിയുണ്ടായിരുന്നു. അങ്കമാലിക്ക് പോകുമ്പോൾ ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി മസാല ദോശ കഴിക്കുന്നത് ഒരു ശീലമാണ്. ആ ശീലം ഇപ്പോഴും അതുപോലെ തന്നെ തുടർന്നു. ഭക്ഷണത്തിന് ശേഷം ഞങ്ങളുടെ യാത്ര തുടർന്നു. അങ്കമാലിയിൽ ചെറിയൊരു ബ്ലോഗ് കിട്ടിയെങ്കിലും കാണാൻ പോകുന്ന അതിമനോഹരമായ കാഴ്ചകളെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ ബ്ലോക്ക് ഒന്നുമല്ലാത്തതുപോലെ തോന്നി. ഞങ്ങൾക്ക് തിരിയേണ്ട റോഡ് എത്തുകയായി. കുറച്ചുകൂടി മുന്നോട്ട് പോയി തുടങ്ങുമ്പോൾ മൂക്കന്നൂർ ഏഴാറ്റുമുഖം റോഡ് വരും. നമുക്ക് ആ റോഡിലേക്ക് റൈറ്റ് തിരിഞ്ഞ് കയറണം. ഓൾമോസ്റ്റ് നമ്മളവിടെ എത്താറായിട്ടുണ്ട്. ഈ റോഡ് എടുക്കാൻ കാരണം കുറച്ച് കിലോമീറ്റർ മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമ്മൾക്കൊരു കാടിൻ്റെ അറ്റ്മോസ്ഫിയറായി. അപ്പോൾ അതെല്ലാം ആസ്വദിച്ച് ഒരുപക്ഷെ ഏഴാറ്റുമുഖത്ത് ആനയെ കണ്ടാലും. ഞാൻ ഒരുപാട് വട്ടം ആ വഴി പോയിട്ടുണ്ടെങ്കിലും എനിക്കിതുവരെ ഒരാനയെപ്പോലും കാണാൻ സാധിച്ചിട്ടില്ല. എന്നെങ്കിലും ആ ആഗ്രഹം സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു. 2 ദിവസം മുമ്പ് ഒരു കൂട്ടുകാരൻ ഈ വഴി പോയപ്പോൾ അവൻ 3 ആനയെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ മനസ്സിൽ കയറി കൂടിയതാണ് ഒന്ന് പോകണമെന്ന്. ഏഴാറ്റുമുഖത്ത് നമ്മൾക്ക് എത്തണേക്കുമ്പോൾ ചെറിയൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുമ്പോഴാണ് എന്തുകൊണ്ട് അതെത്തണേക്ക് മുമ്പ് ലെഫ്റ്റ് ഒരു വഴിയുണ്ട്. അത് നേരെ പോകുന്നത് പുഴയിലേക്കാണ്. അവിടെ വരെ ഒന്ന് പോയാലോ എന്നൊരു തോന്നൽ. പിന്നെ ഒന്നും ആലോചിച്ചാൽ വണ്ടി റിവേഴ്സ് എടുത്തു ആ വഴി കയറ്റി. വഴി അല്പം മോശമാണെന്ന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. ഇനി ഞാൻ വന്നിട്ടിപ്പോൾ കുറച്ച് നാളായെങ്കിലും ടാർ ചെയ്യുമെന്ന വിശ്വാസത്തോടു കൂടി ഞാൻ ആ വഴിയിലേക്ക് എടുത്തു. പക്ഷേ വഴിയുടെ അവസ്ഥ വളരെ മോശമാണെങ്കിലും കാണാൻ പോകുന്ന മനോഹരമായ കാഴ്ചയെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ വഴിയൊക്കെ ഒന്നുമല്ലാത്ത പോലെ തോന്നി. നല്ല മഴയായതുകൊണ്ട് കാറിൽ തന്നെ കുറച്ച് നേരം ചിലവഴിച്ച് മഴയൊന്ന് ശമിച്ചപ്പോൾ പുറത്തിറങ്ങി പ്രകൃതി നമുക്കായി ഒരുക്കി വെച്ചേക്കുന്ന ആ മനോഹരമായ കാഴ്ചയിലേക്ക് നടന്ന് ചെന്നുകൊണ്ടിരിക്കുന്നു. ആർത്തുല്ലസിച്ചൊഴുകുന്ന ചാലക്കുടിയാറിനെ നമുക്ക് തൊട്ടടുത്ത് കാണാൻ പറ്റുന്ന ഒരു സ്പോട്ടാണിത്. ഇവിടെ ഈ സമയത്ത് കുളിക്കുവാനോ അശ്രദ്ധപൂർവം ഇറങ്ങുവാനോ പാടുള്ളതല്ല. പക്ഷേ മഴയൊക്കെ ഇല്ലാത്തൊരു സമയത്ത് ഇവിടെ കുളിക്കാനൊക്കെ പറ്റുന്ന ഒരു നല്ലൊരു സ്ഥലം തന്നെയാണ് ഇത്. മുമ്പ് ഏതൊരു വീഡിയോയിൽ കുറേ ചീങ്കണ്ണിയുടെ മുട്ടയൊക്കെ വിരിഞ്ഞിറങ്ങി പോകുന്നൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അത് എവിടെയോ ആണത്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അങ്ങനെയാണെങ്കിൽ ആ വിരിഞ്ഞിറങ്ങിയ ചീങ്കണ്ണി ഇതിലെവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. അവിടെ അങ്ങ് ദൂരെ ആ മലയിൽ കാർമേഘങ്ങൾ ഇടിച്ച് നിൽക്കുന്നത് കണ്ടു. മഴയായി പെയ്ത് വീണ്ടും അത് ജലമായി മാറി കടലിലേക്ക് തന്നെ ഒഴുകിപ്പോകുന്ന ആ ഒരു മനോഹരമായ ആ ഒരു ചടങ്ങ്. 2 ദിവസമായി കളക്ടർ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് മഴയ്ക്ക് യാതൊരു ശമനമില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കാറിലിരുന്ന് മടുപ്പായ എൻ്റെ പുത്രൻ ഓടിയിറങ്ങി. പിന്നെ ഇവിടേക്ക് ഇവനെ കൊണ്ടുപോകുന്നത് കുറച്ച് റിസ്ക് ആണെങ്കിൽ പോലും ഞാനല്ലാതെ വേറെ ആരാണ് അങ്ങോട്ട് കൊണ്ടുപോകാൻ. കുറച്ച് റിസ്ക് എടുക്കാം, അവന് ആ മനോഹരമായ കാഴ്ചയും കാണിച്ചു കൊടുക്കാം എന്നൊരു വിശ്വാസത്തോടു കൂടി ഞാൻ അവനെയും കൊണ്ട് അങ്ങോട്ട് ഇറങ്ങി.
അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ ചിലവഴിച്ച് തിരിച്ച് വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. ചെക്ക് പോസ്റ്റിൽ കാറിൻ്റെ നമ്പറും ഡ്രൈവറുടെ പേരും എവിടേക്കാണ് പോകുന്നതെന്നും എഴുതി കൊടുത്ത് സൈൻ ചെയ്ത് പോകുന്നു. വേറെ ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ആ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് വളരെ മാന്യനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, പോകുന്ന ടൈമിൽ ഇടയ്ക്ക് വണ്ടി നിർത്തരുത്, ഫോട്ടോ എടുക്കരുത്, ഫോറസ്റ്റുകാർ കണ്ടാൽ ഫൈൻ തരും. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇടയ്ക്കൊക്കെ ഇതിൽ പോകാറുണ്ട്. അപ്പോൾ അദ്ദേഹം തിരിച്ചുകൊണ്ട് പറഞ്ഞു, സ്ഥിരമായി പോകുന്നവരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാനൊന്ന് ചിരിച്ചു, ആളോടൊരു നല്ല നമസ്കാരവും പറഞ്ഞു അവിടെ നിന്നിറങ്ങി. ഇനി നമ്മൾ ആന ഉണ്ടാവും എന്ന പ്രതീക്ഷയോടെയാണ് മുന്നോട്ട് പോകുന്നത്. ഒരുപാട് തവണ ഇതിൽ വന്നിട്ടുണ്ടെങ്കിലും എനിക്കിതുവരെ ആനയെ കാണുവാനോ സാധിച്ചിട്ടില്ല. ഈ ഒരു യാത്രയിലെങ്കിലും നമ്മുടെ ഏഴാറ്റുമുഖം ഗണപതിയെ ഒന്ന് കണ്ടിരുന്നുവെങ്കിലെന്ന് ആശിച്ചു പോയി. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നല്ല മഴയായതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിന് നല്ല കാറ്റുണ്ട്. അങ്ങനെ പോകുമ്പോൾ ദേ കിടക്കുന്നു ആനപ്പിണ്ടം. ഞങ്ങളൊന്ന് നോക്കിയെങ്കിലും എങ്ങും ഒരാനയെ പോലും കാണാനില്ല. നല്ല കാറ്റുള്ളത് കൊണ്ട് മരങ്ങൾ നന്നായിട്ട് ആടുന്നുണ്ട്. ചില കാഴ്ചകളൊക്കെ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ സാധിക്കില്ല. വേനൽക്കാലത്ത് വറ്റി വരണ്ട് ഉണങ്ങി നിൽക്കുന്ന ഈ ഒരു മലനിരകൾ ഇപ്പോൾ മഴ പെയ്തപ്പോൾ പച്ച വിരിച്ച് മനോഹരമായി ഒഴുകുന്ന അരുവികളും അങ്ങ് ദൂരെ ആർത്തുല്ലസിച്ച് പെയ്യുന്ന മഴയും കോടയും, ഈ പെയ്യുന്ന മഴയെല്ലാം സ്വന്തം മാരടത്തിൽ ഒളിപ്പിച്ചുകൊണ്ട് ഒഴുകിപ്പോകുന്ന ചാലക്കുടിയാറയും നമുക്ക് കാണാം. വീണ്ടും യാത്ര മുന്നോട്ട്. ലക്ഷ്യം ഒന്ന് മാത്രം, അതിരപ്പള്ളി വാട്ടർഫാൾസ്. എന്തായിരിക്കും അവിടെയെന്ന് അറിയാനുള്ള ഒരാഗ്രഹം. അങ്ങനെ നമ്മൾ വെറ്റിലപ്പാറ പാലത്തിലേക്ക് എത്തുകയായി. പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഇറങ്ങുന്നവർക്ക് അതിരപ്പള്ളി നൽകുന്ന വിരുന്ന് ഒന്ന് വേറെ തന്നെയാണ്. അതുകൊണ്ടായിരിക്കാം അതിരപ്പള്ളിക്ക് പോകുന്ന ഒട്ടുമിക്ക വിനോദസഞ്ചാരികളും ഈ പാലത്തിൽ നിന്നുകൊണ്ട് പ്രകൃതിയെ ആസ്വദിക്കുന്നത് നമ്മൾക്ക് കാണാനിടയാവുന്നത്. പുറത്തിറങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിലും നല്ല മഴയായിരുന്നതുകൊണ്ട് ആ ആഗ്രഹം ഞാൻ ഉപേക്ഷിച്ചു. അപ്പോൾ ഈ പാലത്തിൽ നിന്ന് നേരെ കാണുന്നതാണ് സിൽവർ സ്റ്റോൺ. ഇടതു ഭാഗത്ത് നിന്ന് വരുന്നത് ചാലക്കുടിയിൽ നിന്ന് അതിരപ്പള്ളിയിലേക്ക് വരുന്ന റോഡും വലത് സൈഡിൽ അതിരപ്പള്ളിയിലേക്ക് പോകുന്ന റോഡും. നമ്മളങ്ങനെ ഏഴാറ്റുമുഖത്ത് നിന്ന് വന്ന് വെറ്റിലപ്പാറ പാലം കയറി നേരെ അതിരപ്പള്ളി റോഡിലോട്ട് കയറി. അങ്ങനെ ഇതേ കാണുന്നു നമ്മുടെ ഫസ്റ്റ് വ്യൂ, അതിരപ്പള്ളിയിലെ ആ മനോഹരമായ കാഴ്ച. ലോകമെമ്പാടും കേരളത്തെ പ്രശസ്തിയിലേക്ക് കൊണ്ടുവന്ന അതിരപ്പള്ളി വെള്ളച്ചാട്ടം. ഇത്ര അടുത്തൊരു കുരങ്ങനെ ഞാൻ ഇതുവരെ ക്യാമറയിൽ പകർത്തിയിട്ടില്ല. കുതിച്ചൊഴുകുന്ന ആ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തെ ദൂരെ നിന്ന് ഒരു നോക്ക് കാണുകയായിരുന്നു ഞാൻ. എൻ്റെ കൂടെ ഇവനുമുണ്ട്. ഇവനെ നമുക്ക് ബുജി എന്ന് വിളിക്കാം. ബുജി കുറച്ചു നേരം നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ പുത്രൻ. അവനെ ഒന്ന് കളിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും ബുജിക്കത് ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. അവൻ്റെ പാട് നോക്കി പോയി. അങ്ങനെ ദൂരെ നിന്ന് അതിരപ്പള്ളി വാട്ടർഫാൾസിനെ കുറേ നേരം ആസ്വദിച്ചുകൊണ്ട് ആ നിൽപ്പ് അങ്ങനെ തന്നെ നിന്നു. ഇനി അതിനെ ഒന്ന് അടുത്തു പോയി കാണണം. അതിന് പാർക്കിംഗ് കിട്ടാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പെട്ടുവെങ്കിലും അവസാനം നമുക്ക് പാർക്കിംഗ് ലഭിച്ചു. പിന്നെ മഴ കാരണം ഞങ്ങൾ രണ്ടുപേർക്കും ഒരേ കോട്ട്
വാങ്ങി ക്യൂവിൽ നിന്ന് ടിക്കറ്റും എടുത്തു. 60 രൂപയാണ് ഒരാളുടെ ടിക്കറ്റ്. കുട്ടികൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് കാശൊന്നും വാങ്ങിയില്ല. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു. അങ്ങ് ദൂരെ ആ കാണുന്നതാണ് അതിരപ്പള്ളി വാട്ടർഫാൾസ്. ഒരുപക്ഷെ എന്നേക്കാളും ആഹ്ലാദം അവനായിരുന്നു. അവന് ആ കാഴ്ച കണ്ടപാടെ അങ്ങോട്ട് എത്താനുള്ള ഒരു വെപ്രാളമായിരുന്നു. പക്ഷെ ശ്രദ്ധിക്കണം, വെള്ളം കൂടുതലാണ്, മഴയുണ്ട്, നല്ല കാറ്റുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ ചെറിയൊരു പേടിയുടെ അംശമുണ്ട്. എങ്കിലും ഈ കാഴ്ചകൾ അവനെ കൂടി കാണിക്കണമെന്ന് മനസ്സിൽ അതിയായ ആഗ്രഹമുണ്ടായിരുന്നതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു കയ്യിൽ വീഡിയോ പകർത്തിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് നടന്നു. അപ്പോൾ ദേ നിൽക്കുന്നു ബുജിയുടെ ചേട്ടനാണെന്ന് തോന്നുന്നു ഇവിടെ ഞങ്ങളെ കാത്തു. കുറച്ചു നേരം അവനെ ഫ്രെയിമിൽ തന്നെ പിടിച്ച് ആ വെള്ളച്ചാട്ടമൊക്കെ എടുത്തു. പിന്നെ കുറച്ച് അടുത്ത് ചെന്ന് ആ മനോഹരമായ കാഴ്ച ക്യാമറയിൽ പകർത്തണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ശ്രദ്ധയോടുകൂടി തന്നെ ഞങ്ങൾ തൊട്ട് അടുത്തേക്ക് ചെല്ലുന്നു. അതിമനോഹരമാണ് തന്നെ പറയാം. ഇനി കുറച്ച് നേരത്തേക്ക് എൻ്റെ വോയിസ് ഓവർ കാണില്ല. You can just feel the real sound of Adirapalli waterfalls. ഈ വിഷ്വൽസൊക്കെ എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ എനിക്കറിയാം കാരണം ഒരുപാട് പേരവിടെ ക്യാമറയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ ഇടയിൽ കൂടി മത്സരിച്ചാണ് ഈ വീഡിയോസൊക്കെ ഞാൻ പകർത്തിയത്. അടുത്ത ലക്ഷ്യം ചാർപ്പ വെള്ളച്ചാട്ടം കാണാനാണ്. അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിരപ്പള്ളിയിൽ നിന്ന് അധികം ദൂരമല്ലാതെ തന്നെയാണ് ഈ ഒരു സ്പോട്ട്. ഇപ്പോൾ ഈ മഴയൊക്കെ ഉള്ളത് കൊണ്ട് വളരെ മനോഹരമായിട്ട് തന്നെ തോന്നി ചാർപ്പ വെള്ളച്ചാട്ടം. വണ്ടി സൈഡാക്കിക്കൊണ്ട് തൊട്ട് അടുത്ത് നിന്ന് കാണാൻ സാധിക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ചാർപ്പ. ഞാൻ തൊട്ടടുത്തേക്ക് ചെല്ലുമ്പോൾ വളരെ മനോഹരമായിരുന്നു ആ ഒരു കാഴ്ച. ഉൾക്കാട്ടിൽ നല്ല മഴയുള്ളത് കൊണ്ട് ഇതുപോലെയുള്ള ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ പോലും കാണാൻ അതിമനോഹരമായിരുന്നു. നല്ല കാറ്റ് അവിടെ നിന്ന് വീശുന്നുണ്ടായിരുന്നു ഈ വെള്ളത്തിൻ്റെ ശക്തി കൊണ്ട്. അതൊക്കെ ആസ്വദിച്ച് അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്നു. അപ്പോൾ വിനോദസഞ്ചാരികൾക്ക് വേണ്ടി അവിടെ ഒരു മേൽപ്പാലം തന്നെ തീർത്തിട്ടുണ്ട്. അവിടെ നിന്നുകൊണ്ട് നമുക്ക് ചാർപ്പ വെള്ളച്ചാട്ടത്തെ മനോഹരമായിട്ട് തന്നെ വീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഒരുപക്ഷെ ഇന്ന് ഞാൻ ഈ യാത്ര ചെയ്തില്ലായിരുന്നുവെങ്കിൽ ജീവിതത്തിൽ മനോഹരമായ കുറച്ച് മുഹൂർത്തങ്ങൾ എനിക്ക് നഷ്ടമായേനെ. ഒരുപക്ഷെ ഇതുപോലെ മഴ പെയ്യുമ്പോഴായിരിക്കും ഇവരുടെയൊക്കെ യഥാർത്ഥ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നത്.
ഇങ്ങനെയുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി എൻ്റെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തെറ്റുകളുണ്ടെങ്കിൽ അത് കമൻറ്റ് വഴി അറിയിക്കുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദിയുണ്ട്. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.